السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم إن زلزلة الساعة شيء عظيم يوم ترونها تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد ومن الناس من يجادل في الله بغير علم ويتبع كل شيطان مريد كتب عليه أنه من تولاه فأنه يضله ويهديه إلى عذاب السعير. صدق الله العلي العظيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മയൊക്കെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബുൽ ആലമീനായ പ്രപഞ്ചനാഥനായ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന അവൻ്റെ നിർദ്ദേശങ്ങൾ, അവൻ്റെ ആയത്തുകൾ അത് മനസ്സിലാക്കി അതിലെ തേട്ടങ്ങൾക്കനുസരിച്ചുകൊണ്ട് നിർദ്ദേശങ്ങൾക്കനുസൃതമായി പടച്ചറബിന് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ സൂക്ഷ്മതയോടുകൂടെ ജീവിക്കുവാൻ നമ്മെല്ലാവരെയും അല്ലാഹു തുണക്കുമാറാവട്ടെ. റഹ്മാൻ റബ്ബേ, നിൻ്റെ വിശുദ്ധമായ വാക്യങ്ങൾ അത് ഏറ്റവും ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാനും പഠിക്കുവാനും ഒക്കെ വേണ്ടി ഞങ്ങൾ നടത്തുന്ന ഈ ശ്രമത്തെ നീ വിജയിപ്പിക്കണമേ നാഥ. പരിശുദ്ധ ഖുർആനിലെ സൂറ അൽ ഹജ്ജിൻ്റെ പഠനം ഇന്ന് ആരംഭിക്കുകയാണ്. റഹ്മാൻ റബ്ബേ, ഈ ഒരു സൂറത്തിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണോ ഞങ്ങളോട് നീ പറയാൻ വേണ്ടി വിചാരിച്ചത്, നീ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തുന്ന, അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മാറ്റങ്ങൾ വരുത്തുന്ന യഥാർത്ഥ മുഅ്മിനുകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഓരോരുത്തരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ. ഒരാളും ഞങ്ങൾക്ക് വേണ്ടി പറയാനില്ലാത്ത നാളിൽ ഞങ്ങൾക്ക് വേണ്ടി അനുകൂലമായ സാക്ഷിയായി ശുപാർശകനായിട്ട് വിശുദ്ധ ഖുർആനെ നീ കൊണ്ടുവരണമേ നാഥ. ഖുർആൻ പഠിക്കുവാൻ വേണ്ടി ഇവിടെ ഒത്തുചേർന്നിരിക്കുന്ന ഈ സദസ്സിനെ നീ പ്രത്യേകമായി അനുഗ്രഹിക്കണമേ റബ്ബേ. കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ 22-ാമത്തെ അധ്യായമായ സൂറത്ത് അൽ ഹജ്ജിൻ്റെ പഠനം ഇന്ന് നമ്മൾ ആരംഭിക്കുകയാണ്. തൊട്ട് മുന്നേയുള്ള ക്ലാസ്സിൽ 21-ാമത്തെ സൂറത്തായ അൽ അംബിയാ ആണ് നമ്മൾ പഠിച്ചത്. ആ സൂറത്തും ഇപ്പോൾ നമ്മൾ പഠിക്കാൻ ആരംഭിക്കുന്ന സൂറത്തുൽ ഹജ്ജും തമ്മിൽ നല്ല ബന്ധമുണ്ട്. സൂറത്തുൽ അംബിയായിൻ്റെ ആരംഭം തന്നെ വിചാരണ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. ഇഖ്തറബ ലിന്നാസി ഹിസാബഹും ഫഹും ഫി ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. അടുത്ത് തന്നെ നേരിടാനിരിക്കുന്ന ഒരു വിചാരണയുണ്ട്. പക്ഷേ അധികം ആളുകളും
ഇതിനെ സംബന്ധിച്ച് ഗഫ്ലത്തിലാണ്, അശ്രദ്ധയിലാണ്, എന്തൊക്കെയോ കളിക്കുക. ആ സൂറത്തിൻ്റെ ഏറ്റവും അവസാനത്തെ കഴിഞ്ഞ ക്ലാസ്സിലും നമ്മൾ പറഞ്ഞത് പരലോകത്തിൻ്റെ അടുത്ത് മാ ഉരീദു എനിക്കറിയില്ല, മാ അദ്രി അഹുവ ഖരീബുൻ അം ബഈദ്, ഇത് അടുത്ത് തന്നെ സംഭവിക്കുമോ അല്ല വളരെ വിദൂരമായിരിക്കുമെന്ന് എനിക്കറിയില്ല എന്ന് പരലോകത്തിൻ്റെ സംഭവ്യതയെ സംബന്ധിച്ച് പറയുകയുണ്ടായി. അതിൻ്റെ ഭയാനകത കാണിക്കാൻ വേണ്ടിയിട്ട് ഈ അവസാനത്തെ ആയത്തുകൾ പറഞ്ഞിരുന്നു. യൗമ നതുവി സമാ കത്വയ്യി സിജില്ലിൽ കുതുബ്, ആകാശത്തെ നാം ഒരു പുസ്തകത്തിൻ്റെ താളുകൾ കണക്കെ ചുരുട്ടി പിടിക്കുന്ന സന്ദർഭം എന്ന് പറയുന്നുണ്ട്. അതുപോലെ അൽ ഫസഉൽ അക്ബർ, ഭയാനകമായ വലിയ ആ ഭയത്തിൻ്റെ സന്ദർഭത്തെ സംബന്ധിച്ച് അതിൽ പരാമർശമുണ്ട്. പരലോകത്തെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടാണ് തൊട്ട് മുന്നേയുള്ള അധ്യായം സൂറത്തുൽ അംബിയാ അവസാനിപ്പിച്ചത്. ഇത് അവിടെ നിന്ന് തന്നെ വീണ്ടും തുടങ്ങുകയാണ്. സൂറത്തുൽ ഹജ്ജും പരലോകത്തെ സംബന്ധിച്ച് അന്ത്യനാളിൻ്റെ ഭയാനകതകളെ പറ്റി പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ഈ സൂറത്ത് എവിടെയാണ് അവതരിച്ചത്? സാധാരണ നമുക്കറിയാം വിശുദ്ധ ഖുർആനിലെ ഓരോ സൂറത്തും അവതരിച്ച ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. കാരണം അതുമായി ബന്ധപ്പെട്ട കുറേ സാഹചര്യത്തിനനുസരിച്ച് അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാവും. അങ്ങനെ രണ്ട് തരത്തിൽപ്പെട്ട സൂറത്തുകൾ നമുക്ക് കാണാൻ കഴിയും. ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിത കാലഘട്ടത്തിൽ അവതരിച്ചതാണ്. അപ്പോൾ ആ സന്ദർഭത്തിലുള്ള സാഹചര്യമെല്ലാം മദീനയിലുള്ളത്. അതിശക്തമായ മുശ്രിക്കുകളുടെ ഭാഗത്തു നിന്നുള്ള എതിർപ്പുകൾ നേരിട്ടുകൊണ്ടിരുന്ന, വളരെ രൂക്ഷമായ രൂപത്തിൽ എതിർപ്പുകളും അക്രമങ്ങളും പരിഹാസങ്ങളും ഒക്കെ നേരിട്ടുകൊണ്ടിരുന്ന വല്ലാത്തൊരു അവസ്ഥയായിരുന്നു മക്കയിലുണ്ടായിരുന്നത്. ഒന്നും പറയാൻ പറ്റില്ല. ഇസ്ലാമിൻ്റെ ഒരു ആരാധനാ കർമ്മം പോലും പരസ്യമായിട്ട് നിർവഹിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ മദീനയിലെത്തിയപ്പോൾ സാഹചര്യം മാറി. അതുകൊണ്ട് അവിടെ കൊടുക്കുന്ന അതേ രൂപത്തിലായിരിക്കുള്ള ആയത്തുകൾ മദീനയിലാവുമ്പോൾ ഉണ്ടാവും, വ്യത്യാസം ഉണ്ടാവും. ഊന്നൽ നൽകുന്ന മേഖലകളിൽ വ്യത്യാസം ഉണ്ടാവും. മക്കി സൂറകൾ, കഴിഞ്ഞ സൂറത്ത് നമ്മൾ മക്കയുടെ സാഹചര്യത്തിലാണ് പഠിച്ചത്. മക്കി സൂറത്താണ് സൂറത്തുൽ അംബിയ. ഈ സൂറത്തുൽ ഹജ്ജ് ഇത് മക്കിയാണോ അല്ല മദനിയാണ്, വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാണാൻ കഴിയും. രണ്ടും പറയുന്നുണ്ട് ചില ആളുകൾ. മുഫസ്സിറുകൾ മക്കിയാണെന്ന് പറയുന്നവരുണ്ട്, മദനിയാണെന്ന് പറയുന്നവരുണ്ട്. ഏറ്റവും പ്രബലമായ അഭിപ്രായം ഈ സൂറത്ത് രണ്ട് സ്ഥലത്തും അവതരിച്ച ആയത്തുകൾ ഉൾക്കൊള്ളുന്നു എന്നതാണ്. അഥവാ ഇതിലെ ആദ്യ ഭാഗത്തുള്ള ആയത്തുകൾ മക്കി സൂറകളുടേതുപോലെ മക്കയിൽ അവതരിച്ച ഒരു സൂറത്തിലെ ആയത്തുകൾക്കുണ്ടാവുന്ന വിശേഷണങ്ങളുണ്ടല്ലോ, അത് അന്ത്യനാളിനെയും പരലോകത്തെയും ഒക്കെ ശരിക്കും ഉറപ്പിക്കുന്ന രൂപത്തിലായിരിക്കും, അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ സംബന്ധിച്ചൊക്കെ. അതുപോലുള്ള കുറേ ആയത്തുകൾ ഇതിലുണ്ട്. അത് മക്കയിൽ അവതരിച്ചതാണ് എന്ന് അഭിപ്രായപ്പെടുന്ന ആളുകൾ തന്നെ അവർ പറയുന്നു 25-ാമത്തെ സൂക്തം മുതൽ ഈ ഇതിലുള്ളത് അത് മദീനയിൽ അവതരിച്ചതാണ്. കാരണം സത്യവിശ്വാസികൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും ഇനി തിരിച്ചടിക്കാൻ സമയമായി. ഉദിന ലില്ലദീന യുഖാതലൂന എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. നിങ്ങളോട് യുദ്ധം ചെയ്യപ്പെടുന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ നിങ്ങൾ അതിക്രമത്തിന് വിധേയരാകുന്നതിൻ്റെ പേരിൽ നിങ്ങൾക്ക് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹു അനുവാദം കൊടുക്കുന്ന സൂറത്ത് ആയത്തുകൾ അവതരിക്കുന്നത് അത് മദീനയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരൊറ്റ സൂറത്തിൽ തന്നെ മക്കയിൽ അവതരിച്ച ആയത്തുകളുണ്ട്, മദീനയിൽ അവതരിച്ച ആയത്തുകളുമുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. ഈ സൂറത്തിന് അതേപോലെ മറ്റൊരു സവിശേഷതയാണ്, ഇതിൽ രണ്ട് സ്ഥലത്ത് സുജൂദു തിലാവത്തിൻ്റെ ആയത്തുകൾ വരുന്നു. ഖുർആൻ പാരായണം ചെയ്യുന്നതിനിടക്ക് സുജൂദ് ചെയ്യുന്ന അങ്ങനെയുള്ള രണ്ട് സ്ഥലങ്ങൾ ഈ സൂറത്തിൽ കാണാൻ കഴിയും. നേരത്തെ പറഞ്ഞ പോലെ ഈ സൂറത്ത് പറഞ്ഞു തുടങ്ങുന്നത് തന്നെ വളരെ ഭയാനകമായ, ആരെയും പിടിച്ചു കുലക്കുന്ന ഒരു രംഗം നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അത് ആരംഭിക്കുന്നത്. സൂറത്തുൽ ഹജ്ജിൽ 78 ആയത്തുകളാണുള്ളത്. ഈ സൂറത്തിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് അൽ ഹജ്ജ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇതിൽ മുഴുവൻ ഹജ്ജിനെ പറ്റി പറയുന്നു എന്നല്ല, ഹജ്ജിനെ പറ്റി പരാമർശിക്കുന്ന ഭാഗം ഇതിലുണ്ട്. അത് ഈ ആയത്ത് വെച്ചുകൊണ്ട് ഈ സൂറത്തിലെ ആയത്താണ് ഹജ്ജിൻ്റെ ആരംഭം എന്ന് ചില മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. വേറെ ചില ആളുകൾ പറയുന്നത് ഹജ്ജ് നിർബന്ധമാവുന്നത് അൽ ബഖറയിലെ ആയത്തനുസരിച്ചാണ് എന്ന് പറയുന്ന ആളുകളുമുണ്ട്. ഏതായാലും ഹജ്ജിനെ സംബന്ധിച്ച് ഇതിൽ പരാമർശമുണ്ട്. ഈ സൂറത്ത് നേരത്തെ പറഞ്ഞ പോലെ വ്യത്യസ്തമായ പ്രമേയങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. 3 വിഭാഗത്തെ ഇത് അഭിസംബോധന ചെയ്യുന്നുണ്ട്.
ഒന്ന് മുശ്രിക്കുകളാണ്, ബഹുദൈവ ആരാധകരായ ആളുകൾ. രണ്ടാമത്തത് ഇസ്ലാം ശരിക്കങ്ങോട്ട് സ്വീകരിച്ചിട്ടുമില്ല, കുഫറിനെ പറ്റങ്ങോട്ട് വിട്ടിട്ടുമില്ല. അങ്ങനത്തെ ഒരു ടീമുണ്ട്, മുസബ്സബീന എന്ന് പറയുന്നത്. സബ്സബ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുക, മുനാഫിക്കുകളുടെ ഒരു സ്വഭാവം. ആ വിഭാഗത്തെ ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. കുറച്ചങ്ങോട്ട് ചെന്നാൽ നമുക്ക് കാണാൻ കഴിയും. വേറെ ഒന്ന് സത്യവിശ്വാസികളാണ്, മുഅ്മിനുകളാണ്. ഈ മൂന്ന് കൂട്ടരെയും വ്യത്യസ്ത സന്ദർഭങ്ങളിൽ അഭിസംബോധന ചെയ്യുന്ന ഒരു സൂറത്താണ് അൽ ഹജ്ജ്. ഇതിലെ ആദ്യത്തെ ആയത്തുകളിലൂടെ നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നാസു ഇത്തഖൂ റബ്ബക്കും ഇന്ന സൽസലത്തസ്സാഅതി ശൈഉൻ അളീം. ഒന്നാമത്തെ ആയത്താണ്. അതിൽ അഭിസംബോധന ചെയ്യുന്ന മൊത്തം മനുഷ്യരെയാണ്. യാ അയ്യുഹന്നാസ്, സത്യവിശ്വാസികളല്ല, മൊത്തം മനുഷ്യരെ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും വിളിക്കുകയാണ്. അത് ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് അവിടെയുള്ള ആളുകൾ ആരൊക്കെയാണോ ഇത് കേൾക്കുന്നത് അവരെല്ലാം, ഇന്ന് ലോകത്തുള്ള ഏതൊക്കെ ഭാഗത്ത്, ഏതൊക്കെ നാടുകളിൽ, ഏതൊക്കെ രാജ്യങ്ങളിലെ ആളുകൾ മുഴുവൻ മനുഷ്യരെ വിളിക്കുകയാണ്. മർത്യരെ, മനുഷ്യവംശമേ വിളിക്കുകയാണ്. യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും. എന്താ ആഹ്വാനം? നിങ്ങൾ സൂക്ഷിക്കണം. ഇത്തഖൂ, നിങ്ങൾ തഖ്വയുള്ളവരാകണം, സൂക്ഷ്മതയുള്ളവരാകണം. റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോട്, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കുക, അല്ലെങ്കിൽ റബ്ബിനോട് നിങ്ങൾ തഖ്വയുള്ളവരാവുക എന്നാണ് ആഹ്വാനം. ആരോടാ പറയുന്നത്? മൊത്തം മനുഷ്യരോട്. ഇത്തഖൂ റബ്ബക്കും ഇന്ന സൽസലത്തസ്സാഅതി ശൈഉൻ അളീം. നിശ്ചയമായും സൽസലത്തസ്സാഅ, സൽസല നമുക്കറിയാം, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൽസല എന്ന് പറഞ്ഞാൽ പ്രകമ്പനമാണ്, ഭൂമി കുലുക്കത്തിനാണ് പറയുക സിൽസാൽ. ഇന്ന സൽസലത്തസ്സാഅ, അന്ത്യനാളിൻ്റെ, അസ്സാഅ അന്ത്യനാളിൻ്റെ പ്രകമ്പനം, ഷൈഉൻ അളീം, ഷൈഉൻ അളീം ഒരു മഹാകാര്യമാണ്, ഭയങ്കരമായൊരു സംഭവമാണ്. ഷൈഉൻ അളീം എന്ന് പറഞ്ഞു. ഇന്ന സൽസലത്തസ്സാഅതി ഷൈഉൻ അളീം. ഈ ആയത്തിൽ പറഞ്ഞ ആഹ്വാനം ഇതാണ്: മനുഷ്യരെ നിങ്ങൾ റബ്ബക്കും എന്നാണ്. ഇത്തഖുല്ലാ എന്ന് പറഞ്ഞ് നിർത്താം, അങ്ങനെയല്ല, നമ്മളുമായി കണക്ട് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണം. ഇതാ ഈ റബ്ബക്കും എന്ന് പറഞ്ഞാൽ ആരാ? നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ എഴുന്നേറ്റ് ഇവിടെ വന്നല്ലോ, ഇങ്ങോട്ട് ഇതൊക്കെ ഈ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് ഇവിടെ വന്നു, ഇവിടെ ഇരിക്കുന്നുണ്ട്, നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുണ്ട്, നമ്മൾ വെള്ളം കുടിക്കുന്നുണ്ട്, പലതുമുണ്ട്. ഇതൊക്കെ ഒരാൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഒരാൾ, ഒരു ശക്തി ഇത് തരുന്നോണ്ടാ. ആ ശക്തി നിങ്ങൾക്ക് കയറാൻ പറ്റണ്ട, കാലുകൊണ്ട് അങ്ങനെ തന്നെ നിന്നാൽ മതി എന്ന് റബ്ബെങ്ങാനും വിചാരിച്ച ഒരു നിവൃത്തിയുമില്ല. നിങ്ങളുടെ ശ്വാസനിശ്വാസങ്ങൾ, ഹൃദയത്തിൻ്റെ മിടിപ്പുകൾ, കണ്ണിൻ്റെ ഇമവെട്ടലൊക്കെ ഉണ്ടല്ലോ, ഈ ശക്തി ഇങ്ങനെ ഓരോരുത്തരുടെ കാര്യത്തിലും അതിനൊക്കെ പരിചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പരിചരിക്കുന്ന നിങ്ങളുടെ റബ്ബ്, ഇത്തഖൂ റബ്ബക്കും, ആലോചിച്ച് നോക്ക്, എത്ര കണക്ട് ചെയ്തിട്ടാണ്. ആ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം. ആ റബ്ബിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നിങ്ങൾ പെരുമാറാവൂ. ആ റബ്ബിൻ്റെ നിർദ്ദേശങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട് വേണം പെരുമാറാൻ. പറയാ എന്തിനാ? നമ്മുടെ ഈ പരിചരണം, നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ മെച്ചപ്പെട്ട ഈ പരിചരണം, കെയറിങ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത്തഖൂ റബ്ബക്കും ഇന്ന സൽസലത്തസ്സാഅതി ശൈഉൻ അളീം എന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ, ഇത് ചെയ്യണം എന്ന് പറഞ്ഞത് അതിന് കാരണം പറയും. ഇന്ന സൽസലത്തസ്സാഅതി ശൈഉൻ അളീം, അന്ത്യനാളിൻ്റെ പ്രകമ്പനം അത് ഒരു മഹാകാര്യമാണ്. ഷൈഉൻ എന്ന് പറഞ്ഞ ഒരു കാര്യമാണ്, അളീം മഹത്തായ അല്ലെങ്കിൽ ഭയങ്കരമായ ഒരു സംഭവമാണെന്ന് എന്താന്ന് ഇനി പറയുന്നുണ്ട്. അതിൻ്റെ പ്രകമ്പനം ഭയങ്കരമാണ്. സൽസലത്തസ്സാഅതി ഷൈഉൻ അളീം. ഭൂമിയിൽ പലതരത്തിൽപ്പെട്ട പ്രകമ്പനങ്ങൾ ഉണ്ടാവാറുണ്ട് പല സന്ദർഭങ്ങളിൽ, അല്ലേ? പല സ്ഥലങ്ങളിലും ഭൂകമ്പത്തെ സംബന്ധിച്ച്, എർത്ത്ക്വേക്കിനെ സംബന്ധിച്ച് നമ്മൾ കേൾക്കാറുണ്ട്.
അതിൽ ആയിരങ്ങൾ, പതിനായിരങ്ങൾ ഒക്കെ മരണപ്പെടുന്ന പലതരത്തിൽപ്പെട്ട ഭീകരമായ സംഭവങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ അതൊരു സ്ഥലത്താണ്. അത് നമ്മളൊക്കെ വായിച്ച് തള്ളും, അല്ലെങ്കിൽ അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ കണ്ടു ഭയങ്കരമായി പോയില്ലേ, അങ്ങനെ ബേജാറ് പറയും. വേറൊന്നും നമുക്കുണ്ടാവില്ല, നമ്മളത് മറക്കുകയും ചെയ്തു. കഴിഞ്ഞ 2 വർഷം മുമ്പൊക്കെ തുർക്കിയിലുണ്ടായിരുന്ന ഗംഭീരമായൊരു ഭൂകമ്പം ഉണ്ടായിരുന്നു. എത്ര ആളുകളാണ് മരണപ്പെട്ടത്, അതിനടിയിൽ ഭൂമിക്കടിയിലേക്ക് ആണ്ടുപോയി. പക്ഷേ അവരെ സംബന്ധിച്ച് പിന്നീട് 1-2 ദിവസങ്ങളിൽ, ഒരാഴ്ചയിൽ നമുക്കുണ്ടാവുക, പിന്നീട് ഓർമ്മ ഉണ്ടാവില്ല. ഇവിടെ പറയുന്നത് ഇന്ന സൽസലത സാഅതി ശൈഉൻ അളീം എന്ന് പറഞ്ഞിട്ട് പറയാണ്, യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർളഅത് വതളഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ വതറൻ നാസ സുകാറാ വമാ ഹും ബിസുകാറാ വലാകിന്ന അദാബല്ലാഹി ശദീദ്. ആ ദിവസം നേരത്തെ പറഞ്ഞു സൽസലത സാഅ, അന്ത്യനാളിൻ്റെ പ്രകമ്പനം എന്ന് പറഞ്ഞല്ലോ. യൗമ തറൗനഹ, തറൗന നിങ്ങൾ കാണുക, അതിനെ നിങ്ങളത് കാണുന്ന നാളിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കതിനെ കാണാം. എങ്ങനെ കാണാം? ഒന്ന്, തദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മാ അർളഅത്. തദ്ഹലു എന്ന് പറഞ്ഞാൽ മറക്കുക, അശ്രദ്ധരാവുക എന്നൊക്കെ പറയാം. ആരാ അശ്രദ്ധനാവുന്നത്, ആരാ മറക്കുന്നത്? കുല്ലു മുർളിഅത്തിൻ, റളഅത്ത് എന്ന് പറഞ്ഞാൽ മുല കൊടുക്കുന്നതിനാണ് പറയാം, ഫീഡിങ്. കുല്ലു മുർളിഅത്തിൻ, മുല കൊടുക്കുന്ന എല്ലാ അമ്മമാരും മറന്നു പോവുക. തദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മാ അർളഅത്, താൻ മുലയൂട്ടുന്നതിനെ സംബന്ധിച്ച്, കുഞ്ഞിനെ സംബന്ധിച്ച് മുല കൊടുക്കുന്ന സ്ത്രീകൾ മറന്നു പോകുന്ന ഒരു നാളിൽ. വതളഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ. രണ്ടാമത്തത് വതളഉ, വളഅ എന്ന് പറഞ്ഞാൽ വെക്കുക എന്നാണ്. കുല്ലു ദാതി ഹംലിൻ, ആരാ വെക്കുന്നത്? ദാതി ഹംലിൻ, ഭാരം ചുമക്കുന്നവളാണ് ഉദ്ദേശിക്കുന്നത്. ഗർഭിണികളാണ്, ക്യാരിയിങ് നമ്മൾ പറയാറുണ്ടല്ലോ. ഈ ഗർഭിണികളായ ഓരോരുത്തരും അവർ ഭാരം ഇറക്കി വെക്കുന്ന, പ്രസവിക്കുന്ന സമയമാണ്. ഹംലഹ, തൻ്റെ ഈ ഗർഭം പ്രസവിച്ചു പോകുന്ന നാൾ. വതളഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹ വതറൻ നാസ സുകാറാ വമാ ഹും ബിസുകാറാ. വതറൻ നാസ, ജനങ്ങളെ നിനക്ക് കാണാം. സുകാറാ, സുകാറാ എന്ന് പറഞ്ഞാൽ മത്തരായിട്ട്, ലഹരി ബാധിച്ചവരായിട്ട്. സക്രാൻ എന്നുള്ള വാക്കിൻ്റെ ജംആണ് സുകാറാ. വമാ ഹും ബിസുകാറ, എന്നാലോ യഥാർത്ഥത്തിൽ അവർ ലഹരി കഴിച്ചിട്ടല്ല അങ്ങനെ ആയത്, ലഹരി ബാധിച്ചവരല്ലതാനും. വലാകിന്ന അദാബല്ലാഹി ശദീദ്, പക്ഷേ പടച്ച റബ്ബിൻ്റെ, അള്ളാഹുവിൻ്റെ അദാബ് അത് അതികഠിനമാണ്. എന്താ പറഞ്ഞത്? ആദ്യത്തെ ആയത്ത ഫസ്റ്റ് പറഞ്ഞെന്താണ്? ഇത്തഖൂ റബ്ബക്കും ഇന്ന സൽസലത സാഅതി ശൈഉൻ അളീം. എപ്പോഴാണ് സാഅത്ത് എന്ന് നേരത്തെ പലരും ചോദിച്ചിട്ടുണ്ട്. മത്താ ഹാദാ, അതിനൊക്കെ പറഞ്ഞെന്താ അറിയില്ല. ഇൻ അദ്രി അഖരീബുൻ ഹുവ അം ബഈദ്, തൊട്ടുമ്പ് പറഞ്ഞില്ലേ, അത് അടുത്തുണ്ടാവോ അകലെയാണോ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അന്നത്തെ അവസ്ഥ എന്താണെന്നറിയോ? അതാ പറയുന്നത് ഇവിടെ. സമയം അറിയില്ല. അന്ന് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, ഒന്ന്, യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മാ അർളഅത്. അതിൻ്റെ ഭയാനകത വിശദീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് 3 കാര്യങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. ഒന്ന്, മുല കൊടുക്കുന്ന ഒരു സ്ത്രീ ആ കുഞ്ഞിനെ, സ്വന്തം കുഞ്ഞിനെ മാറോടണച്ചിട്ട് പിടിക്കുന്ന ഒരു സ്ത്രീ എത്രമാത്രം ശ്രദ്ധിക്കുക ആ കുട്ടിയെ. കുഞ്ഞ് മുലപ്പാൽ കിട്ടാതെ അല്പസമയം നിലവിളിക്കുന്നത് കണ്ടാൽ ഓടി ചെല്ലും. ഒരു ഉമ്മയുടെ ഹൃദയം എത്രമാത്രം അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നതെന്നറിയോ? അങ്ങനെ ബന്ധപ്പെട്ട് ഏറ്റവും അധികം സ്നേഹിച്ച് തൻ്റെ മാറോട് ചേർത്ത് പിടിക്കുന്ന കുഞ്ഞിനെ ഈ അന്ത്യനാളിൻ്റെ സന്ദർഭമായാൽ വലിച്ചെറിയുകയാണ്, വിസ്മരിക്കുകയാണ്. എവിടെന്നാ കരയുന്നത്, എന്താണ് നോക്കാൻ സമയമില്ല. കാരണം അവരവരെ സംബന്ധിച്ച് തന്നെ മതിയാവോളം ബേജാറുണ്ട്. കുട്ടിയുടെ കാര്യം ശ്രദ്ധിക്കില്ല. ഏത് കുട്ടിയുടെ കാര്യമാണ്? ഏതോ കുട്ടിയല്ല,
മുലയൂട്ടുന്ന തൻ്റെ മാറോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന കുഞ്ഞിനെ ശ്രദ്ധിക്കാൻ പറ്റാത്ത നാൾ എന്ന്. അതിലപ്പുറം ഈ ഭൂമിയിൽ വേറൊരു ആക്ടിവിറ്റി പറയുങ്ങൾ. ഒരു മനുഷ്യൻ തന്നെ വേറൊരു മനുഷ്യനോട് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കാണിക്കുന്ന വേറൊരു സന്ദർഭം പറയാൻ കഴിയും, എനിക്കറിയില്ല. ആ ഒരു സന്ദർഭത്തെ കുറിക്കുകയാണ് ഖുർആൻ. തദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മാ അർളഅത് വതളഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ. ഗർഭിണികൾ പ്രസവിച്ചു പോകുന്ന നാളിൽ നാം, ഗർഭിണികൾ പ്രസവിക്കാറുണ്ട്, നമുക്കറിയാം, അത് നോർമലാണ് അല്ലെങ്കിൽ ഒക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇതല്ല. ഈ ഭയാനകത കാരണമായിട്ട് തൻ്റെ ഗർഭസ്ഥ ശിശു പുറത്തേക്ക് വരുന്ന നാൾ നാം, ഭയാനകത കാരണമായിട്ട്. തളഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ വതറന്നാസ സുകാറാ വമാ ഹും ബിസുകാറാ. ആളുകൾ ലഹരി കഴിച്ചാൽ നമുക്ക് ആളെ മനസ്സിലാക്കും. എങ്ങനെയെന്ന് വെച്ചാൽ, ഒന്ന് അവൻ്റെ സംസാരമൊന്നും ക്ലിയർ ഉണ്ടാവില്ല, കുഴഞ്ഞു മറിഞ്ഞ വാക്കുകളായിരിക്കും. അവൻ്റെ ഈ പാദങ്ങളൊന്നും ഉറച്ചു നിൽക്കില്ല, അതിങ്ങനെ പതറിപ്പോവും. പതറിയ പാദങ്ങൾ അല്ലേ, ചിതറിയ പാദങ്ങളും അതുപോലെ കുഴഞ്ഞ ശബ്ദങ്ങളും ഒക്കെ ഉണ്ടാവും ലഹരി ബാധിച്ചാൽ. ഈ ഭയാനകതയുടെ നാളിൽ ഒരു മനുഷ്യനും എന്താ ചെയ്യേണ്ടെന്നറിയില്ല, സ്വബോധം നഷ്ടപ്പെടുക. അതാണ് സുഖാറ വമാ ഹും ബിസുഖാറ. അവരെ ലഹരി ബാധിച്ചവരായിട്ട് നിനക്ക് കാണാം. തറന്നാസ സുഖാറ വമാ ഹും ബിസുഖാറ. അങ്ങനെ ലഹരി കഴിച്ചിട്ടൊന്നും അല്ല അങ്ങനെ ആയത്, ഈ ഭയാനകത കാരണം അങ്ങനെ ആയതാണ്. വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്, യജഅലുൽ വിൽദാന ശീബ. പിഞ്ചു കുഞ്ഞുങ്ങൾ ഈ ഭയാനകതകളെ കാണുന്ന സമയത്ത് നരബാധിച്ചവരെ പോലെയാവുക, നരബാധിച്ചു പോവുക എന്ന് പറയുന്നുണ്ട്. അന്ത്യനാളിൻ്റെ ഭയാനകത വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിൽ നമ്മോട് പറയുന്നുണ്ട്. ചെറിയ സൂറത്തുകളിലാണ് കൂടുതൽ ഭയാനകമായ രൂപത്തിൽ വിവരിച്ചത്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها. അത് ഒരു ഭൂമി കുലുക്കത്തെ സംബന്ധിച്ച് തന്നെ. അത് അന്ത്യനാളിൻ്റെ സമയത്ത് ഭൂമി മുഴുവൻ വിറകൊള്ളുന്ന നേരം, അന്ന് അതിനകത്തുള്ളതൊക്കെ അത് പുറത്തേക്കെടുത്തിടും എന്ന് മാത്രമല്ല, മനുഷ്യർ ചോദിക്കുക എന്താ ഇതിന് പറ്റിയത്, മാലഹ. മാത്രമല്ല, അന്ന് ഭൂമി തന്നെ വിളിച്ചു പറയുകയാണ് അതിൻ്റെ വർത്തമാനങ്ങൾ. തുഹദ്ദിസു അഖ്ബാറഹ ബിഅന്ന റബ്ബക ഔഹാ ലഹ. അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ യൗമ യകൂനുന്നാസു കൽ ഫറാശിൽ മബ്സൂസ് വതകൂനുൽ ജിബാലു കൽ ഇഹ്നിൽ മൻഫൂഷ്. മഹാഭയാനകമായൊരു ശബ്ദത്തെ സംബന്ധിച്ച് പറയാൽ ഖാരിഅ. അന്ന് മനുഷ്യരൊക്കെ പാറിപ്പറക്കുകയാണ്, ചിതറിയ പാറ്റകൾ പോലെ. പർവ്വതങ്ങളൊക്കെ ഉറച്ചു നിൽക്കുന്ന ഗംഭീരമായ പർവ്വതങ്ങൾ കടഞ്ഞെടുക്കപ്പെട്ട പഞ്ഞി പോലെ ആയിത്തീരുന്നു. ഇങ്ങനെ ധാരാളം വർണ്ണനകൾ അന്ത്യനാളിൻ്റെ ഭയാനകതകളെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ഇവിടെയാണ് ഒന്നുകൂടി കണക്ട് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെയായിരിക്കുമെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഭയാനകതകളെയൊക്കെ വളരെ സമാധാനത്തോടെ നേരിടുന്നൊരു കൂട്ടരുണ്ട്. അതാണ് കഴിഞ്ഞ സൂറത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ പറഞ്ഞത്. അവർക്ക് പേടിയുണ്ടാവില്ല, അവരെ അൽ ഫസഉൽ അക്ബർ പിടികൂടുകയില്ല എന്ന് മാത്രമല്ല, തതലഖാഹുമുൽ മലായികത്തു, മലക്കുകൾ അവരെ ആശ്വസിപ്പിച്ചു കൊണ്ടിരിക്കുമെന്ന് കഴിഞ്ഞ സൂറത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ പറയുകയുണ്ടായി. അങ്ങനെ ആശ്വസിപ്പിക്കപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും പടച്ചറബ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഭയാനകമായ ഈ നാളിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടാണ് യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും, കരുതി കളിക്കുക എന്ന് പറഞ്ഞത്. ഇത് നേരത്തെ സൂറത്തിലും ആദ്യം പറഞ്ഞ ആയത്താണ്. എന്താ ഈ പറയുന്ന ആലോചിച്ച് നോക്കുങ്ങൾ. നമ്മുടെ സാഹചര്യത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യം അതാണ്. എന്താ? തഖ്വ.
തഖ്വയാണ് നഷ്ടപ്പെട്ടത്. ആ തഖ്വ ഉണ്ടാവണം, നിങ്ങൾക്ക് സൂക്ഷ്മത ഉണ്ടാവണം എന്നാണ് പടച്ചറബ് പറഞ്ഞത്. ഉണ്ടാവണം എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും നിങ്ങൾക്ക് മുമ്പിലൊരു വലിയ ഭയാനകമായൊരു അവസ്ഥ വരാനുണ്ട്. അതിനു മുമ്പായിട്ട് നിങ്ങളുടെ റബ്ബിന് നിങ്ങൾ വഴിപ്പെടണം, റബ്ബിന് കൽപ്പനകൾക്കനുസരിച്ചുകൊണ്ട് ജീവിക്കണം, സൂക്ഷ്മതയുള്ളവരാവണം എന്നാണ് പറഞ്ഞത്. എന്തിലാ നമുക്ക് തഖ്വ ഉള്ളത്? ആലോചിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഓരോ മേഖലകളെടുത്ത്, കുടുംബം എടുത്ത് നോക്കുങ്ങൾ, തോന്നിയ പോലെയാണ്. പടച്ചറബ് പറഞ്ഞ കുറേ നിർദ്ദേശങ്ങളുണ്ട് കുടുംബവുമായി ബന്ധപ്പെട്ട്. ഇണകൾ തമ്മിൽ വർത്തിക്കേണ്ടത് എങ്ങനെയാണ്, എന്താ അവസ്ഥ പറയാൻ പറ്റുമോ? മക്കൾ എങ്ങനെയാണ് മാതാപിതാക്കളോട് പെരുമാറേണ്ടത് ഖുർആൻ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഏത് കോലത്തിലാണ് മാതാപിതാക്കൾ അവർ നോക്കിക്കൊണ്ടിരിക്കുക, പരിചരിക്കുന്ന അറിയുന്നില്ലേ? പടച്ചറബിൻ്റെ കൽപ്പനകൾക്ക് യാതൊരു ശ്രദ്ധയും വിലയും കൊടുക്കാത്ത പെരുമാറ്റങ്ങൾ. മാതാപിതാക്കൾ എങ്ങനെ മക്കളെ വളർത്തണം, എങ്ങനെയാണ് കുടുംബക്കാർ തമ്മിലുള്ള പെരുമാറ്റങ്ങൾ, അടുത്ത ബന്ധുക്കളോടും അകന്ന ബന്ധുക്കളോടൊക്കെ എങ്ങനെ പെരുമാറണം, വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ ഖുർആൻ നൽകുന്നുണ്ട്. നമ്മളത് പരിഗണിക്കാറുണ്ടോ? സാമ്പത്തിക രംഗത്ത് നമുക്ക് ലാഭം കിട്ടുന്ന എല്ലാ പണിയും ചെയ്യും. എന്ത് തഖ്വ? എന്താ സാമ്പത്തിക രംഗത്തെ തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? പടച്ചറബ് പറഞ്ഞിട്ടുണ്ട്, ഇത് ഹലാലാണോ, അള്ളാഹു അനുവദിച്ചതാണോ എന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക, അതിനാണ് തഖ്വ എന്ന് പറയുക. അതൊന്നും ഇപ്പം നോക്കിയാൽ നടക്കൂല. കൂടുതൽ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ഹറാമുകളുടെ പിന്നാലെ പോവുക. നമ്മുടെ തഖ്വ എവിടെ പോയി? അങ്ങനെ തുടങ്ങിയിട്ട് ഏത് മേഖല എടുത്തു, നമ്മുടെ വേഷവിധാനം നോക്കുകൾ, ആളുകൾക്ക് ആകർഷിക്കുന്ന രൂപത്തിൽ അണിഞ്ഞൊരുങ്ങുകയാണ്. എവിടെയാണ്, ആരുടെ മുമ്പിലാണ്, എങ്ങനെയാണ് പെരുമാറേണ്ടത്, വേഷം ധരിക്കേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിർദ്ദേശമുണ്ട്. അതൊന്നും നോക്കാതെ, അതിനൊന്നും പടച്ചറബിന് വഴിപ്പെടാതെ താന്തോന്നികളായി ജീവിക്കുന്ന ആളുകളോട് പറയുകയാണ്, യാ അയ്യുഹന്നാസുത്തഖൂ റബ്ബക്കും ഇന്ന സൽസലതസ്സാഅതി ശൈഉൻ അളീം. അത് പറഞ്ഞതിന് ശേഷം, അതിൻ്റെ ഭയാനകത വിവരിച്ചതിന് ശേഷം എന്താണ് ആളുകൾ ഇതിൽ നിന്ന് മാറി ചിന്തിക്കാനുള്ള കാരണം, എവിടെയാണ് പിഴവ് പറ്റിയത് എന്ന് അടുത്ത ആയത്തുകളിൽ മനസ്സിലാവും. വമിനന്നാസി മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ വയത്തബിഉ കുല്ല ശൈത്വാനിൻ മരീദ്. ഇതാ സംഭവിച്ചത്. വമിനന്നാസ്, ആദ്യം ഹേ മനുഷ്യരെ എന്ന് വിളിച്ചത്. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. ആരാത്? മൻ, ഒരു വിഭാഗം, യുജാദിലു ഫില്ലാ, ജാദല യുജാദിലു, തർക്കിക്കുക, വെറുതെ വാദപ്രതിവാദങ്ങൾ ഉണ്ടാക്കുക. യുജാദിലു ഫില്ല, എന്തിൻ്റെ കാര്യത്തിലാണ്? ഫില്ലാഹ്, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ തർക്കിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. എങ്ങനെയാണ് ഇവർ തർക്കിക്കുന്നത്? ബിഗൈരി ഇൽമിൻ, ജ്ഞാനം കൂടാതെ, ഒരു വിവരവുമില്ലാതെ തർക്കിക്കുന്ന ആളുകളാണ്. വയത്തബിഉ, അവർ പിൻപറ്റുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ അവൻ പിൻപറ്റുന്നു, കുല്ല ശൈത്വാനിൻ, ഏതൊരു ചെകുത്താനെയും. മരീദ് എന്ന് പറഞ്ഞാൽ ധിക്കാരിയായ, ഭയങ്കരമായ ശാഠ്യമുള്ള, ഷഠനായ അല്ലെങ്കിൽ ധിക്കാരിയായ ഏതൊരു ചെകുത്താനെയും അയാൾ പിൻപറ്റുകയും ചെയ്യുന്നു. എന്താ പറഞ്ഞു നോക്ക്, വമിനന്നാസി മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ. മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ആളുകൾ ഇങ്ങനെയുണ്ട്, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ അവർ ഒരു ഇൽമുമില്ലാതെ, ഒരു അറിവുമില്ലാതെ തർക്കിച്ചു കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല വയത്തബിഉ, അയാൾ പിൻപറ്റുന്നത് ആരെയാ? കുല്ല ശൈത്വാനിൻ മരീദ്, എല്ലാ തരത്തിൽപ്പെട്ട ധിക്കാരികളായ ചെകുത്താനെയും ഇയാൾ പിന്തുടരുന്നു. ഇവിടെയാണ് തകരാറ്. അള്ളാഹു പറഞ്ഞു ആദ്യം നമ്മളോട് ഇത്തഖൂ റബ്ബക്കും. എന്താ പിന്നെ പിൻപറ്റാതിരിക്കാൻ കാരണം? ഇഷ്ടം പോലെ ചെകുത്താന്മാരിവിടെയുണ്ട്. ജിന്നിൽപ്പെട്ടവരും മനുഷ്യരുടെ കൂട്ടത്തിൽപ്പെട്ടവരുണ്ട് ചെകുത്താന്മാർ. അവർ പല വഴികളിലൂടെ നമ്മളെ തിരിച്ചു വിടുകയാണ്. അവർ തർക്കിച്ചുകൊണ്ട്, ഫില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ തർക്കിക്കുക എന്നാ. അള്ളാഹുവിൻ്റെ കാര്യത്തിൽ തർക്കിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ആസ്തിക്യത്തിൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ദൈവാസ്തിക്യം, അള്ളാഹു ഉണ്ടോ ഇല്ലയോ, ആ കാര്യത്തിൽ ആളുകൾ തർക്കിക്കുന്ന നിരീശ്വരവാദികളുണ്ട്, നിർമ്മതവാദികളുണ്ട്. അതുമാത്രമല്ല, അള്ളാഹു കുറേ ആളുകൾ, അള്ളാഹു ഉണ്ട് പക്ഷേ സഹായികളായിട്ട് കുറേ ആളുകളുണ്ട് എന്ന് പറഞ്ഞാൽ മുശ്രിക്കുകളുണ്ട്.
പടച്ച റബ്ബിൻ്റെ കൂടെ വേറെയും പലരെയും പങ്കു ചേർക്കുന്ന ധാരാളം ആളുകളുണ്ട്. അതൊക്കെ ചെകുത്താൻ്റെ പണികളാണ്. നിരീശ്വരവാദം, ബഹുദൈവ വിശ്വാസങ്ങൾ ഒക്കെ ചെകുത്താൻ്റെ സൃഷ്ടിപ്പുകളാണ്. തീർന്നില്ല, ആൾദൈവങ്ങളെ, കൾട്ടുകളെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അവർ ദൈവത്തെ പോലെ അംഗീകരിക്കപ്പെടുന്നു. ആൾദൈവങ്ങൾ ഉണ്ടാക്കപ്പെടുന്ന ശൈത്താന്മാരുണ്ട്. അതും തീർന്നില്ല, ഓരോരുത്തരും അവനവൻ്റെ ജീവിതം ഇഷ്ടം പോലെ ആസ്വദിക്കാം. ആരോടും മറുപടി പറയേണ്ടതില്ല, ആരും ചോദിക്കാനില്ല. ലിബറൽ ചിന്താഗതിയുടെ, ഉദാരതാവാദത്തിൻ്റെ ആളുകളുണ്ട്. എന്തും ചെയ്യാം. അത് കുടുംബ ബന്ധത്തെ തകർത്തെറിഞ്ഞു. കുടുംബരംഗത്തുണ്ടായിരുന്ന ധാർമ്മികതയും സദാചാരവുമൊക്കെ പാലിക്കാത്തതിൻ്റെ പേരിൽ ഒരു കുത്തഴിഞ്ഞ ലൈംഗിക സംസ്കാരം ഉണ്ടാക്കിയെടുത്തു. എൻ്റെ ബോഡി, എൻ്റെ ശരീരം, അത് എൻ്റെ സ്വാതന്ത്ര്യമാണ്, ഞാൻ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കും. ഇതൊരു ചെകുത്താൻ്റെ അധ്യാപനമാണ്. അങ്ങനെയുള്ള ചെകുത്താന്മാർ സമ്പത്തിൻ്റെ കാര്യത്തിൽ പലിശയുടെ നീരാളിപ്പിടുത്തത്തിൽ പെട്ടുകൊണ്ട് എത്ര ആളുകളാണ് തങ്ങളുടെ മുഴുവൻ സമ്പാദ്യങ്ങളും തകർന്നു പോകുന്നു. പാവപ്പെട്ടവർ അതിൻ്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ വല്ലാതെ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പലതരത്തിൽപ്പെട്ട ചെകുത്താന്മാർ. ഈ ആളുകൾ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ തർക്കിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അള്ളാഹു ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യത്തിലല്ല തർക്കം, മറിച്ച് അള്ളാഹുവിൻ പറഞ്ഞ കാര്യങ്ങളിൽ തർക്കമാണ്. എന്ത് ഖുർആനടാ ആളുകൾ ചോദിക്കുന്നില്ലേ? എന്താ നിങ്ങളൊക്കെ ഏത് കാലത്താണ് ജീവിക്കുന്നത്? ഏതോ നൂറ്റാണ്ടിൽ ഒരു വ്യക്തി കൊണ്ടുവന്ന ഒരു ഗ്രന്ഥം നോക്കിയിട്ട് ഇത് എല്ലാ കാലത്തേക്കുള്ളതെന്നൊക്കെ പറയാൻ നിങ്ങൾ ആരാന്നൊക്കെ നമ്മൾ ചോദിക്കുന്നില്ലേ? യുജാദിലു ഫില്ലാ, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ മാത്രമല്ല, അള്ളാഹു പറഞ്ഞ കാര്യത്തിലും തർക്കിക്കുന്ന ആളുകൾ. വമിനന്നാസി മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ. ഇവർ തർക്കിക്കുന്നതിന് എന്തോ അടിസ്ഥാനമുണ്ടോ? ഒന്നുമില്ല, വിവരമില്ലാതെയാണ്, വിജ്ഞാനത്തിൻ്റെ പിന്തുണയില്ലാതെയാണ് ഈ തർക്കം. പറയുമ്പോൾ കേട്ടാൽ വിചാരിക്കും നമ്മൾ വലിയ വിജ്ഞാനത്തിൻ്റെ ആൾക്കാരാണെന്നാ, ശാസ്ത്രവും സാഹിത്യവും ഒക്കെ ഇവരെടുത്തുള്ളതെന്നാണ് വിചാരിക്കുക. ഇവരെന്താ പറയുന്നത് വെച്ചാൽ ഈ പ്രപഞ്ചം തനിയെ ഉണ്ടായതാണെന്ന്. അത് പറയാനുള്ള ഇത്ര വിവരം ഇവർക്കില്ലേ? കാരണം ഇത്ര വ്യവസ്ഥാപിതമായിട്ടൊരു സംഗതി നടക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ. ലോകത്ത് എന്തെങ്കിലും ഒരു സംഗതി അങ്ങനെ നടക്കുമോ? ബുദ്ധിയുള്ളൊരു മനുഷ്യൻ പറയേ, അയാളുടെ യുക്തി അനുസരിച്ച് ചിന്തിച്ചാൽ ആലോചിച്ചാൽ അറിഞ്ഞൂടെ? എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പം ഞാൻ എൻ്റെ ഈ ശബ്ദം നിങ്ങൾ കേൾക്കുന്നത് എങ്ങനെ, എന്തൊക്കെ സംവിധാനം താനേ ഉണ്ടായത്? അത് എന്തൊക്കെ ടെക്നോളജീൻ്റെ പിന്നിൽ കൂട്ടി ഘടിപ്പിച്ച് ഉണ്ടാക്കിയെടുത്തതാ. അതുകൊണ്ടല്ലേ ഇത് കേൾക്കാൻ പറ്റുന്നത്? നമ്മുടെ ഈ ഇരിക്കുന്ന സംസാരിച്ചുകൊണ്ട് ഈ ബിൽഡിങ് എത്ര പണിയെടുത്തിട്ടുണ്ടായത്, താനേ ഒരു ദിവസം അങ്ങോട്ട് ഉണ്ടാകുക. അത് ഇവർ പറയാ ഈ പ്രപഞ്ചം ആകെ അങ്ങനെ ഉണ്ടായതാണ്. ബിഗൈരി ഇൽമിൻ, വിവരമില്ലാത്ത, ജ്ഞാനത്തിൻ്റെ പിന്തുണയില്ലാതെ ഇവർ പടച്ച റബ്ബിൻ്റെ കാര്യത്തിൽ തർക്കിച്ചു കൊണ്ടിരിക്കുന്നു. ആ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ പ്രശ്നം എന്താ അറിയോ? യത്തബിഉ, അവർ അള്ളാനെ പിന്തുടരുതെന്ന് അവർ പറയുള്ളൂ. പടച്ച റബ്ബിന് വഴിപ്പെടരുത്, അള്ളാഹുവിൻ്റെ അടിമകളായി നിങ്ങൾ എന്തിന് ജീവിക്കണം എന്ന് പറയും. ഇവരാവട്ടെ സകല ചെകുത്താൻ്റെയും അടിമകളാണ്. വയത്തബിഉ കുല്ല ശൈത്വാനിൻ മരീദ്, എല്ലാ ചെകുത്താന്മാരെയും പിൻപറ്റും, ഫോളോ ചെയ്യും. എല്ലാ ചെകുത്താന്മാരും നേരത്തെ പറഞ്ഞില്ലേ, സാമ്പത്തിക രംഗത്തെ ചെകുത്താൻ വേറെ ഉണ്ടാവും, ധാർമ്മിക രംഗത്തെ ചെകുത്താനുണ്ട്, കുടുംബരംഗത്തെ തകർക്കുന്ന ചെകുത്താനുണ്ട്, ദൈവിക അസ്തിത്വവുമായി ബന്ധപ്പെട്ട അതിൽ വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്ന ചെകുത്താന്മാരുണ്ട്, മതത്തിൻ്റെ കാര്യത്തിൽ, മതത്തിൻ്റെ നിർദ്ദേശങ്ങളുടെ കാര്യത്തിൽ ഒക്കെയുള്ള ചെകുത്താന്മാരുണ്ട്. എല്ലാ ചെകുത്താന്മാരെ ഇവർ പിന്തുടരും. ഇനി പറയണം അല്ലാഹു എന്താ നോക്ക്, കുതിബ അലൈഹി അന്നഹു മൻ തവല്ലാഹു ഫഅന്നഹു യുദില്ലുഹു വയഹ്ദീഹി ഇലാ അദാബിസ് സഈർ. ഈ ശൈത്വാൻ മരീദിൻ്റെ കാര്യത്തിൽ അവസാനം പറഞ്ഞത് കുല്ല ശൈത്വാനിൻ മരീദ്, എല്ലാ ധിക്കാരിയായ ചെകുത്താനെയും അവർ പിൻപറ്റും എന്നല്ല പറഞ്ഞത്. ചെകുത്താനാണ് ഇവരുടെ ലീഡർ. അത് പല കോലത്തിലുണ്ടാവും. ചിലപ്പം തോന്നുക ലോകത്ത് ഏറ്റവും വിവരമുള്ള ആൾക്കാർ അവരാന്നാ, പക്ഷെ മഹാ ചെകുത്താനാണ്, ഒരു വിവരവും ഇല്ലാതെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരെ പിൻപറ്റിയാൽ എന്താ അവസ്ഥ എന്നാണ് പറയുന്നത്. കുതിബ അലൈഹി, ഈ ചെകുത്താൻ്റെ കാര്യത്തിൽ രേഖപ്പെട്ടു പോയിട്ടുണ്ട്. കുതിബ എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ടിരിക്കുന്നു, റെക്കോർഡഡാണ്. എന്താ രേഖപ്പെട്ടിരിക്കുന്നത്? അന്നഹു മൻ തവല്ലാഹു, ആരാണോ മൻ ഒരാൾ, തവല്ലാഹു, തവല്ല എന്ന് പറഞ്ഞാൽ തൻ്റെ വലിയായിട്ട്, തൻ്റെ രക്ഷാധികാരിയായിട്ട്, കൈകാര്യകർത്താവായിട്ട്, പിന്തുടരപ്പെടാൻ അർഹനായിട്ട് ചെകുത്താനെ സ്വീകരിക്കുന്നത്. മൻ തവല്ലാഹു, ചെകുത്താനെ വലിയായിട്ട് സ്വീകരിക്കുന്നത്. ഫഅന്നഹു യുദില്ലുഹു, ഇതാണ് എഴുതപ്പെട്ടത്. എന്താ?
ചെകുത്താൻ്റെ കാര്യത്തിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ആരെങ്കിലും ചെകുത്താനെ വലിയായി സ്വീകരിച്ചാൽ, ആത്മമിത്രമാക്കിയാൽ, തൻ്റെ നേതാവാക്കിയാൽ, ഫഅന്നഹു യുദില്ലുഹു വയഹ്ദീഹി ഇലാ അദാബി സഈർ. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇയാൾ യുദില്ലുഹു, ഈ പിന്തുടർന്ന മനുഷ്യനെ പിഴപ്പിക്കും. അതല്ല എന്ന് പറഞ്ഞാൽ വഴികേടിലാക്കുക എന്നാ, വഴി തെറ്റിക്കുക, പിഴപ്പിക്കുക. രണ്ടാമത്തത് വയഹ്ദീഹി, അയാൾ ഈ പിന്തുടരുന്ന മനുഷ്യനെ ഇയാൾ വഴി കാണിക്കും. എങ്ങോട്ടാ കാണിക്കുക? ഇലാ അദാബി സഈർ, കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിലേക്ക്. അദാബ് എന്ന് പറഞ്ഞ ശിക്ഷയാണ്. സഈർ, ആളിക്കത്തുന്ന ശിക്ഷയിലേക്കാണ് അവർ കൊണ്ടുചെന്നെത്തിക്കുക. എന്താ പറഞ്ഞു നോക്ക്, രണ്ടായത്തുകൾ അടുപ്പിച്ച് മനസ്സിലാക്കേണ്ട. ഒന്നിൽ പറഞ്ഞത്, ആദ്യം പറഞ്ഞു, മനുഷ്യരെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിന് വഴിപ്പെടണം, റബ്ബിനെ സൂക്ഷ്മതയുള്ളവരാവണം, തഖ്വയുള്ളവരാവണം. എന്നിട്ട് അന്ത്യനാളിൻ്റെ ഭയാനകതകളെ പറ്റി പറഞ്ഞു. എന്നിട്ട് പറയാണ്, ആളുകൾക്ക് എന്താ ഇതിൽ പേടിയില്ലാതായി പോയത്? എന്തുകൊണ്ടാണ് റബ്ബിന് വഴിപ്പെടാതെ ആയിപ്പോയത്? ഇഷ്ടംപോലെ ചെകുത്താന്മാരവിടെ പല കോലത്തിൽ നമ്മളെ കൊണ്ടുപോവാൻ, പ്രലോഭനങ്ങളിൽ അകപ്പെടുത്തി കൊണ്ടുപോവാൻ. അതുകൊണ്ട് കരുതിക്കൊള്ളണം. പടച്ചറബിൻ്റെ കാര്യത്തിൽ തെറ്റിപ്പിരിഞ്ഞിട്ട് അതിൽ വാദപ്രതിവാദങ്ങൾ നടത്തുന്ന ആളുകളുണ്ടല്ലോ. അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, പടച്ചറബ് അവതരിപ്പിച്ചതിലും പ്രവാചകൻ്റെ കാര്യത്തിലും ഒക്കെ തന്നെ പലജാതി വൃത്തികെട്ട വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ എന്താ ചെയ്യുന്നതെന്നറിയോ? അവർ ചെകുത്താന്മാരെയാണ് ഫോളോ ചെയ്യുന്നത്. ഏത് ചെകുത്താനെ? കുല്ല ശൈത്വാനും മരീന്ന, ധിക്കാരിയായ ഏത് ചെകുത്താനെയും അവർ പിന്തുടരുന്നു. ആ ചെകുത്താനെ പിന്തുടർന്നാൽ എന്താണെന്നാ പിന്നെ പറഞ്ഞത്? കുത്തിബ അലൈഹി, അവൻ്റെ കാര്യത്തിൽ രേഖപ്പെട്ടിരിക്കും. ചെകുത്താൻ്റെ കാര്യത്തിൽ അള്ളാഹു ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. എന്താണ്? അന്നഹു മൻ തവല്ലാഹു, ആരാണോ ചെകുത്താനെ വലിയായിട്ട് സ്വീകരിക്കുന്നത്, ചെകുത്താനെ തൻ്റെ കൈകാര്യാധികാരിയായിട്ട്, തൻ്റെ നേതാവായിട്ട് അംഗീകരിക്കുന്നത്, ഫഅന്നഹു, അപ്പോൾ അവൻ, ഈ ചെകുത്താൻ, യുദില്ലുഹു, ഈ മനുഷ്യനെ പിഴപ്പിച്ച് കളയും. വയഹ്ദീഹി ഇലാ അദാബി സഈർ, അവൻ വഴി നടത്തും. എങ്ങോട്ട്? ആളിക്കത്തുന്ന നരകാഗ്നിയിലേക്ക്. ഒന്ന്, ചെകുത്താൻ ചെയ്യുന്നത് അയാളുടെ അനുയായികളെ മുഴുവൻ പിഴപ്പിക്കുക എന്നാണ്. എന്താ ലലാലത്ത്? നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ശരിയായൊരു വഴി പടച്ചറബ് കാണിച്ചിട്ടുണ്ട്. സിറാത്തുൽ മുസ്തഖീം എന്ന് പറയും. അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എല്ലാ കാലത്തും അള്ളാഹു അമ്പിയാക്കളെ അയച്ചത്, പ്രവാചകന്മാരയച്ചത്. ഇതാണ് ആ വഴി എന്ന് പറഞ്ഞു തന്നിട്ട് അത് കാണിക്കാൻ വേണ്ടി അമ്പിയാക്കളെ അയച്ചു. പിന്നെ അവരൊക്കെ ഗ്രന്ഥങ്ങൾ, അള്ളാഹു കൊടുത്തയച്ച കിതാബ് മനുഷ്യരെ പഠിപ്പിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ചെകുത്താൻ ഇങ്ങനെ കാത്തിരിക്കും എല്ലാ സ്ഥലത്തും. ഈ വഴിവക്കിലൊക്കെ ഉണ്ടാവും. എന്നിട്ട് ഇങ്ങോട്ട് വാ, ഇവിടെ വേറെ ഉണ്ട്. വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനോഹരമായി ഇത് പറയുന്നുണ്ട്. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് നമ്മൾ പറയാറുണ്ട്. പടച്ചറബേ, ഞങ്ങളെ നീ നേരെ വഴിക്ക് നയിക്കണേ നമ്മൾ ആവർത്തിച്ച് പറയാ. എത്ര വട്ടാ പറയുന്ന? ഒരു ദിവസം 17 പ്രാവശ്യം നിർബന്ധമായിട്ടൊരു മുസ്ലിം പറഞ്ഞിട്ടുണ്ടാവും. അത് പറയാൻ അള്ളാഹു പഠിപ്പിച്ചു. എന്താണെന്നറിയങ്ങൾ? ഇത് കാണുന്നിടത്തൊക്കെ ചെറുത്തന്മാരാ, പിഴപ്പിക്കാനാണ്. ഇയാളുടെ വഴികാട്ടിയായിട്ട് സ്വീകരിച്ചാൽ സംഭവിക്കുക വെച്ചാൽ അയാൾ തെറ്റിലേക്കാണ് കൊണ്ടുപോവുക. യുദില്ലുഹു, തെറ്റായ വഴിയിലേക്ക് നയിക്കും. നേർവഴിക്ക് പോയാൽ നമുക്ക് ഈ ലോകത്തും പരലോകത്തും വിജയിക്കാം. അള്ളാഹു മാർഗം കാണിച്ചു തന്നിട്ടുണ്ട്. വലിയൊരു അനുഗ്രഹമാണത്, പടച്ചോൻ പറഞ്ഞു തന്നല്ലോ. പക്ഷേ ഇതാ പോകുന്ന വഴിയിലൊക്കെ ഇടത് ഭാഗത്ത് ഒരുക്കുന്നുണ്ട്, വലത് ഭാഗത്തുണ്ട്, മുന്നിലുണ്ട്, പിന്നിലുണ്ട്, എല്ലാ ഭാഗത്തും ചെകുത്താൻ വലയം ചെയ്തിരിക്കുക. ഒന്ന് ആലോചിച്ച്, നിങ്ങളൊരു ഖുർആൻ ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ യൂട്യൂബിലേക്കൊന്ന് കയറാമെന്ന് വിചാരിക്കുന്നത്. അവിടെ എത്തലുണ്ടാവില്ല, വേറെ വഴിക്ക് തിരിഞ്ഞു പോവും. നിങ്ങൾ ചിലപ്പോൾ ഉപ്പനെ വിളിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഫോൺ എടുത്തിട്ടുണ്ടാവുക, വേറെ എവിടെയൊക്കെ ആയി തിരിപ്പുണ്ടാവുക. പടച്ചെറുപ്പ് കാത്തിരക്ഷിക്കട്ടെ. അന്നഹു മൻ യുദില്ലുഹു മൻ തവല്ലാഹു, ആരാണോ ഇവനെ വഴികാട്ടിയായിട്ട് സ്വീകരിക്കുന്നത്, ഫഅന്നഹു യുദില്ലുഹു, അവൻ വഴികേടിലാക്കും, തെറ്റിക്കും, പിഴപ്പിക്കും, ശരിയായ പാതയിലും തെറ്റിക്കും. അത് ഭയങ്കര നഷ്ടമായിരിക്കും. എന്നാലോചിച്ച് നോക്ക്, നമ്മളിങ്ങനെ ഇവിടുന്ന് പോവാന്ന് വിചാരിച്ചോ, ഇവിടുന്ന് നമുക്ക് കോഴിക്കോട് ഭാഗത്തേക്കാണ് പോവേണ്ടത്. അറിയാത്തൊരാളല്ലേ, ആ വഴിയിലെത്തിയിട്ട് കോഴിക്കോട്ടേക്ക് പോകാൻ നിന്നതാണ്. പക്ഷേ മൂപ്പർക്ക് വേറൊരു ഭയങ്കരമായ ആഘോഷകരമായൊരു യാത്ര ഇങ്ങോട്ട് കണ്ടു. ഈ ഭാഗത്തേക്ക് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കാണുന്നത്. അതിൽ കൂടി
പോവണ്ടേ എങ്ങോട്ടാന്ന് ഓർമ്മയില്ലാതായി പോയി. പിന്നെ എവിടെയോ എത്തിപ്പെട്ടു. ഇയാൾക്ക് നിശ്ചയിക്കപ്പെട്ട പല കാര്യങ്ങളുണ്ടായിരുന്നു കോഴിക്കോട് ചെന്നിട്ട് ചെയ്യാനുള്ള, എല്ലാം മുടങ്ങിപ്പോയി. ഒരു ബോധമല്ല. അതേപോലെ ആവരുത് നിങ്ങൾ. നമ്മളോട് പറയാ, ആദ്യം അതാ പറഞ്ഞത്, നിങ്ങൾ വലിയൊരു ദൗത്യത്തിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഏത് സന്ദർഭത്തിലും നിങ്ങളുടെ സമയം കഴിയും. ഇന്ന സൽസലത്ത സാഅത്തി ശൈഉൻ അളീം. അതുകൊണ്ട് മറന്ന് ഇതിലൊക്കെയോ ഏതോ ഒരു ഭയങ്കരമായ ആഘോഷം കാണുമ്പോഴേക്ക് അതിൻ്റെ ഭാഗമായിട്ട് മാറരുത് എന്ന് പറയാ. അങ്ങനെ മാറിയാൽ യുളില്ലുഹു, നിങ്ങൾ വഴികേടിലാവും. 2 യഹ്ദിഹി ഇലാ അദാബിസ് സഈർ. സാധാരണ യഹ്ദി എന്ന് പറയാ സത്യത്തിലേക്ക് വഴി കാണിക്കുന്നതിനാ അല്ലേ? ഹുദ എന്ന് പറഞ്ഞാൽ സന്മാർഗമാണ്. നമ്മൾ തന്നെ ഇഹ്ദിന എന്ന് ഞങ്ങളെ വഴി കാണിക്കണേ പടച്ചവനോട് നമ്മൾ പറയാം, നന്മയിലേക്ക് നയിക്കുന്നതിനെ പറയാം. പക്ഷേ ഇവിടെ ചെകുത്താൻ കൊണ്ടുപോയതെന്നറിയോ? ഇലാ അദാബിസ് സഈർ, കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിലേക്കാണ്. അത് പരലോകത്താ. യുളില്ലുഹു എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിൽ വഴികേടിലാക്കും, പരലോകത്ത് നരകാഗ്നിയിലേക്ക് കൊണ്ടുപോകും. തെളിച്ച് കൊണ്ടുപോവുക, അങ്ങോട്ട് നയിച്ചു കൊണ്ടുപോകും. പടച്ചറബ് കാത്തിരക്ഷിക്കുക. വളരെ ശക്തമായ താക്കീതാണ് കൊടുത്തിരിക്കുന്നത്. ചെകുത്താനെ തൻ്റെ ഗുരുനാഥനായിട്ട്, വഴികാട്ടിയായിട്ട്, ആത്മമിത്രമായി സ്വീകരിച്ചാൽ എന്താ സംഭവിക്കുക? 4 ആയത്തുകൾ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ വമ്പിച്ച സന്ദേശങ്ങൾ അതിലുണ്ട്. ഒന്നാമത് അതിൽ പറയുന്നത് അന്ത്യനാളിൻ്റെ ഭയാനകത നമ്മളെ പറഞ്ഞിട്ട് നമ്മോട് പറയാണ്, പടച്ച റബ്ബിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണം. ഇത് പറയുന്ന ഏതോ ആൾ പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല, ഒരു യാഥാർത്ഥ്യം പടച്ചവൻ പറയണം. ഹക്ക് പറഞ്ഞുതരിക. അത് പറഞ്ഞിരുന്ന ഒന്ന് ചിലപ്പോൾ നമ്മൾ ചില കുട്ടികൾ ചോദിക്കാറുണ്ടല്ലോ ചില വിഷയങ്ങൾ, സാർ എന്ത് നേരത്തെ പറഞ്ഞുകൂടിനോ, ഞങ്ങൾ ഇങ്ങനെ ചെയ്യൂലായിരുന്നല്ലോ. ഇതൊക്കെ ഞങ്ങളോട് നേരത്തെ പറയണ്ടേ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. എന്താണ് അത് ചെയ്തതെന്ന് ചോദിച്ചാൽ അവർക്ക് നേരത്തെ നമ്മൾ പ്രോസ്പെക്റ്റീവ്സൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ടാവും. പക്ഷേ കുട്ടീനോട് ചിലപ്പോൾ നേരം പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പം പറയുകയാണ്, എന്നിട്ട് ഒരു ഇതിൽ പിടിക്കപ്പെടുമ്പോൾ ഇതെന്താ സാർ നേരത്തെ പറയണ്ടേ, നേരത്തെ പറയാതിരുന്നത് എന്തെന്ന്. അതെപ്പോഴാണ് പറയാന്ന് വെച്ചാൽ ഗതികേണ്ട സന്ദർഭത്തിലാണ്. അങ്ങനെ പറയരുത് നിങ്ങൾ അവിടെ ചെന്നിട്ട്. അതിനുവേണ്ടി അള്ളാഹു ഇവിടുന്ന് പറയാ, യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും ഇന്ന സൽസലത്തസ്സാഅതി ശൈഉൻ അളീം. വളരെ ഭയാനകമായ അതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ട് പറയാണ്, കരുതിക്കോ, റബ്ബിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം രണ്ടാമത് പറയാണ്, നിങ്ങളെ ഏത് സന്ദർഭത്തിലും റബ്ബിൻ്റെ ഈ വാക്കുകളിൽ നിന്ന്, അവൻ്റെ ആജ്ഞകളിൽ നിന്ന്, അവൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റിക്കുവാൻ വേണ്ടിയിട്ട് കുല്ല ശൈത്വാനിൻ മരീദ്, സകല പിശാചുക്കളും റെഡിയായി നിൽക്കുന്നുണ്ട്. അവരെ ആരെങ്കിലും തങ്ങളുടെ വഴികാട്ടിയായി സ്വീകരിച്ചാൽ സംഭവിക്കുക എന്താണെന്നറിയോ? അവർ നിങ്ങളെ വഴികേടിലാക്കും, നിങ്ങളെ നരകാഗ്നിയിൽ കൊണ്ടെത്തിക്കും എന്ന് അവർ തീർത്തു പറഞ്ഞു. എന്ന് മാത്രമല്ല, പടച്ചറബിൻ്റെ കാര്യത്തിൽ തർക്കത്തിലേർപ്പെട്ട ആളുകൾ, ബിഗൈരി ഇൽമിൻ, വിജ്ഞാനം കൂടാതെ തർക്കിക്കുന്നവർ എന്ന് പറഞ്ഞു. അള്ളാഹുവിൻ്റെ ആസ്തിക്യത്തെ സംബന്ധിച്ച് മാത്രമല്ല, മറിച്ച് അവൻ്റെ ഏകത്വത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ അവൻ പറഞ്ഞ കാര്യങ്ങളുമൊക്കെ ഫില്ല എന്ന് പറഞ്ഞാൽ വരും. അള്ളാഹു പറഞ്ഞ കാര്യങ്ങളൊക്കെ സംശയം പ്രകടിപ്പിക്കുന്ന, അതിൽ തർക്കം വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എന്ത് അവസ്ഥയാണ് വരിക എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പടച്ചറബ് അവൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട്, അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട്, തഖ്വയോടുകൂടെ ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖികളായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാൻ റബ്ബേ, പൈശാചികമായ പ്രേരണകളിൽ അകപ്പെട്ടുകൊണ്ട് നരകാഗ്നിയിൽ പ്രവേശിക്കുന്ന ഹതഭാഗ്യരിൽ നിന്ന് റഹ്മാൻ റബ്ബേ ഞങ്ങളെ ഓരോരുത്തരെയും നീ കാത്ത് രക്ഷിക്കണമേ നാഥ. ഈ സൂറത്തിൻ്റെ ആദ്യ ഭാഗത്ത് ചർച്ച ചെയ്യുന്ന കാര്യം ഇനി കുറച്ചതിന് ശേഷം ഇനി അള്ളാഹുവിൻ്റെ ഏകത്വത്തിനും അതുപോലെ അവൻ്റെ സൃഷ്ടി മഹാത്മ്യത്തിനൊക്കെയുള്ള തെളിവുകൾ സമർപ്പിക്കുന്ന ആയത്തുകളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടും ഘട്ട രൂപത്തിൽ ജീവിക്കുന്ന കുറേ ആളുകളുണ്ട്. പകുതി ഒക്കെ ഇങ്ങോട്ടും ആണ്, കുറച്ചൊക്കെ മുശ്രിക്കിനോട് ചായ്വുള്ള ഒരു നേട്ടം കാണുമ്പോൾ അത് മുസ്ലിങ്ങളുടെ ഭാഗത്ത് ഇവിടെ അത് കിട്ടണം, നേട്ടം അപ്പുറത്താണെങ്കിൽ അതും കിട്ടണം എന്ന് വിചാരിക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി കളിക്കുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചൊക്കെ ഇതിൽ പരാമർശം വരുന്നുണ്ട്. നമ്മൾ ശരിക്കും പഠിക്കണം കുറേ കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനും പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാൻ റബ്ബേ, ഞങ്ങളുടെ സംഭവിച്ചു പോയുന്ന വീഴ്ചകൾ, ഞങ്ങളുടെ തെറ്റുകൾ, ഞങ്ങളുടെ പോരായ്മകളും കുറ്റങ്ങളും അബദ്ധങ്ങളുമൊക്കെ നിൻ്റെ കാരുണ്യം കൊണ്ട് പുറത്ത് മാപ്പാക്കി തരണമേ നാഥ. റഹ്മാൻ റബ്ബേ, വിശുദ്ധ ഖുർആൻ പഠിക്കുവാൻ വേണ്ടി ഞങ്ങൾ നടത്തുന്ന ഈ അധ്വാന പരിശ്രമങ്ങളെ നീ സ്വീകരിക്കണമേ നാഥ. എന്തൊക്കെയാണോ ഖുർആനിലൂടെ ഞങ്ങൾ നേടിയെടുക്കേണ്ടത്, ആ ഗുണങ്ങളെല്ലാം നേടിയെടുക്കുന്ന നിനക്കിഷ്ടപ്പെട്ട സച്ചരിതരായ മുത്തഖികളായ അടിയാറുകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ. പരിശുദ്ധ റമദാൻ ഞങ്ങളുടെ മുന്നാകെ എത്തിയിരിക്കുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ
അള്ളാഹുവിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ പടച്ചറബേ നിൻ്റെ ഈ വിശുദ്ധ റമദാനിലേക്ക് ഞങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയും. റഹ്മാൻ റബ്ബേ, നല്ല ആരോഗ്യത്തോടുകൂടെ, നല്ല ചൈതന്യത്തോടുകൂടെ, നല്ല ഈമാനോടുകൂടെ പരിശുദ്ധ റമദാനിലെ എല്ലാ പുണ്യങ്ങളും നേടിയെടുക്കുവാൻ ഞങ്ങൾ നീ തുണയ്ക്കണമേ നാഥ. ശക്തമായ ഒരു ചൂടിൻ്റെ സമയത്ത്, അതുപോലെ പരീക്ഷാ കാലത്തൊക്കെയാണ് ഈ റമദാൻ വരുന്നത്. കുറേയധികം കുട്ടികൾ, നമ്മുടെ ലക്ഷക്കണക്കിന് മക്കളൊക്കെ പലതരത്തിൽപ്പെട്ട പൊതുപരീക്ഷകൾ എഴുതുന്ന സന്ദർഭം കൂടിയാണ്. റഹ്മാൻ റബ്ബ് അതൊക്കെ എല്ലാം നമുക്ക് എളുപ്പമാക്കി തരുമാറാവട്ടെ. ഏറ്റവും നല്ല രൂപത്തിൽ റഹ്മാൻ റബ്ബ് നമുക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തെ, പരിശുദ്ധ റമദാനിലെ എല്ലാ നേട്ടങ്ങളും നേടിയെടുത്ത് നല്ല മാറ്റത്തിന്, നമ്മളെ സ്വന്തം മാറ്റങ്ങൾക്ക് വിധേയരാക്കുവാൻ റഹ്മാൻ റബ്ബ് നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാവട്ടെ. പരീക്ഷ എഴുതുന്ന മക്കൾക്കൊക്കെ അതൊക്കെ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ. എല്ലാ രൂപത്തിലും അവരുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു തീർത്ത് കൊടുക്കുമാറാവട്ടെ. അതുപോലെ നമ്മുടെ കൂട്ടത്തിൽ പലജാതി രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്. പലരും പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. റഹ്മാൻ റബ്ബേ, അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ രോഗങ്ങളും പൂർണ്ണമായും നീ ശിഫയാക്കി കൊടുക്കണമേ നാഥ. ആരോഗ്യവും ആയുസ്സും ഈമാനും അവർക്ക് നീ വർദ്ധിപ്പിക്കണമേ അല്ലാ. മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും നീ കാത്ത് രക്ഷിക്കണമേ റബ്ബേ. പടച്ചറബേ, നീ ഞങ്ങൾക്ക് നൽകിയ കുറേ അധികം അനുഗ്രഹങ്ങളുണ്ട്. അതിന് ശുക്ർ ചെയ്തുകൊണ്ട്, നിന്നോട് നന്ദി ചെയ്തുകൊണ്ട്, തഖ്വയോടുകൂടെ ജീവിക്കുവാൻ ഞങ്ങളെ നീ തുണയ്ക്കണമേ നാഥ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഓരോ ദിവസവും പലരെയായി നീ തിരിച്ച് വിളിക്കുന്നുണ്ട്. എപ്പോഴാണ് ഞങ്ങളുടെയൊക്കെ അവധി നിശ്ചയിക്കപ്പെടുന്നത് ഞങ്ങൾക്കറിയില്ല. റഹ്മാൻ റബ്ബേ, നീ നിശ്ചയിച്ച അവധിക്ക് തിരിച്ചു വിളിക്കുന്ന നേരത്ത് സന്തോഷത്തോടുകൂടെ, ഈമാനോടുകൂടെ നിന്നിലേക്ക് മടങ്ങുവാൻ ഞങ്ങൾ നീ തുണയ്ക്കണമേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തിരിച്ചു വിളിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളിൽപ്പെട്ട പലരുടെയും മാതാപിതാക്കളും സഹോദരി സഹോദരന്മാരും ഇണകളും മക്കളും വേണ്ടപ്പെട്ട പലരുമുണ്ട്. റഹ്മാൻ റബ്ബേ, അവർക്കൊക്കെ മഗ്ഫിറത്ത് കൊടുക്കണമേ നാഥ. അവരുടെ ബർസഖിയായ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കണമേ നാഥ. അവരുടെ ഖബറുകളെ നീ വിശാലമാക്കി കൊടുക്കണമേ റബ്ബേ. പടച്ചറബേ, ദുനിയാവിലെ അവരുടെ ജീവിതകാലത്ത് അവരൊക്കെ ചെയ്തു വെച്ച സൽക്കർമ്മങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകി അവർ നീ സന്തോഷിപ്പിക്കണമേ അല്ലാ. പടച്ചറബേ, അവരുടെ അടുത്തും സംഭവിച്ചു പോയ വീഴ്ചകൾ, അവരുടെ ദോഷങ്ങളും കുറ്റങ്ങളുമെല്ലാം നീ കാരുണ്യവാനാണ്, പുറത്ത് മാപ്പാക്കി കൊടുക്കണമേ നാഥ. അവരെയും ഞങ്ങളെയും നിൻ്റെ ജന്നാത്തുൻ നഈമിൽ സമ്മേളിപ്പിക്കണമേ റബ്ബേ. പടച്ചറബേ, ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, ഞങ്ങളുടെ മക്കളിൽ നിന്ന് കൺകുളിർമ പ്രദാനം ചെയ്യണമേ അല്ലാ. സ്വാലിഹുകളായ മക്കളെ നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ റബ്ബേ. പടച്ചറബേ, ദീനിൻ്റെ ഇസ്സത്ത് ഉയർത്തിപ്പിടിക്കുന്ന നല്ല മാതൃക കുടുംബജീവിതം നയിക്കുവാൻ ഞങ്ങൾ നീ തുണക്കണമേ റബ്ബേ. ഇസ്ലാമിൻ്റെ ഇസ്സത്തിന് കോട്ടം തട്ടുന്ന എല്ലാ പ്രവൃത്തികളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ കാത്ത് രക്ഷിക്കണമേ നാഥ. റഹ്മാൻ റബ്ബേ, ഞങ്ങളോട് കരുണ കാണിക്കുന്ന സത്യസന്ധരായ നീതിമാന്മാരായ നല്ല ഭരണാധികാരികളെ നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ നാഥ. അള്ളാഹുവെ, അതിക്രമകാരികളായ, അഴിമതിയുടെയും അധർമ്മത്തിൻ്റെയും ഒക്കെ വക്താക്കളായ മുഴുവൻ മർദ്ദക ഭരണകൂടങ്ങളിൽ നിന്നും ഞങ്ങളുടെ എല്ലാ നാടുകളെയും നീ മോചിപ്പിക്കണമേ റബ്ബേ. റബ്ബനാ ലലംനാ അൻഫുസനാ വ ഇല്ലം തഗ്ഫിർ ലനാ വ തർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ഇഗ്ഫിർ ലനാ ദുനൂബനാ വലിഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا رب العالمين. اللهم طهر قلوبنا من النفاق وأعمالنا من الرياء وألسنتنا من الكذب وأعيننا من الخيانة فإنك تعلم خائنة الأعين وما تخفي الصدور. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.